അപ്പോൾ നമ്മളിന്ന് പറയാൻ പോണത് ഒരു സൈക്കിൾ പമ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്. സൈക്കിൾ പമ്പിനെ കുറിച്ച് അറിയാത്തൊരു ആരും തന്നെ ഉണ്ടാവില്ല. നമ്മളൊക്കെ സൈക്കിളിലോ ഫുട്ബോളൊക്കെ കാറ്റടിക്കാനായിട്ട് സൈക്കിൾ പമ്പ് ഉപയോഗിച്ചിട്ടുള്ളവരായിരിക്കും. സോ സൈക്കിൾ പമ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഹൗ ഇറ്റ് വർക്ക്സ്. ആയതുകൊണ്ട് തന്നെ നമുക്ക് സൈക്കിൾ പമ്പിൻ്റെ പാർട്സ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ സൈക്കിൾ പമ്പിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുമ്പോൾ പിസ്റ്റനാണ്. അപ്പോൾ പിസ്റ്റൺ ഹാൻഡിലുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. നമ്മൾ ഹാൻഡിൽ പിടിച്ച് വലിച്ചിട്ടാണ് പമ്പ് അടിക്കുന്നത്. സോ ആ ഹാൻഡിലിൻ്റെ അറ്റത്ത് പിസ്റ്റൺ ഉണ്ട്. ഈ പിസ്റ്റൺ ഇട്ടിരിക്കുന്നത് ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിലാണ്. പിന്നെ ആ സിലിണ്ടറിനകത്ത് ഒരു ഇൻലെറ്റ് വാൾവും പുറത്തൊരു ഔട്ട്ലെറ്റ് വാൾവും ഉണ്ട്. ഇത്രയാണ് സൈക്കിൾ പമ്പിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. ഏകദേശം നമ്മുടെ സിറഞ്ചില്ലേ, ആ സിറഞ്ചിൻ്റെ ഒരു സെയിം സ്ട്രക്ചർ തന്നെയാണ്. ഒരു പിസ്റ്റണും സിലിണ്ടറും പിന്നെ 2 വാൾവും കൂടി ഉണ്ടെന്നേ ഉള്ളൂ. സോ ഇത് എങ്ങനെ വർക്ക് ചെയ്യും നോക്കാം. നമ്മൾ പിസ്റ്റൺ മേലോട്ട് പൊക്കുന്ന സമയത്ത് നമ്മുടെ ഇൻലെറ്റ് വാൾവ് ഉണ്ടല്ലോ, ഈ ഇൻലെറ്റ് വാൾവ് തുറക്കും. അങ്ങനെ ഇൻലെറ്റ് വാൾവ് തുറക്കുമ്പോൾ പമ്പിൻ്റെ പുറത്തുള്ള എയറൊക്കെ ഈ പമ്പ് അകത്തേക്ക് വലിച്ചെടുക്കും. അങ്ങനെ സിലിണ്ടറിനകത്ത് ആ എയറൊക്കെ സ്റ്റോർ ചെയ്യും. ഇനി നമ്മൾ പിസ്റ്റൺ താഴോട്ട് താഴ്ന്ന സമയത്ത് നമ്മുടെ ഇൻലെറ്റ് വാൾവ് ക്ലോസ് ആയിട്ട് നമ്മുടെ ഔട്ട്ലെറ്റ് വാൾവ് തുറക്കും. അങ്ങനെ സിലിണ്ടറിനകത്തുള്ള കാറ്റ് മൊത്തം പുറത്തേക്ക് പോകും. സോ പുറത്തുള്ള എയറിനെ വലിച്ച് സ്റ്റോർ ചെയ്തിട്ട് വേറൊരു വഴിയിൽ കൂടെ അത് വിടുകയാണ് സൈക്കിൾ പമ്പ് ചെയ്യുന്നത്. സോ ഇനി ഇതിൽ മെയിനായിട്ടുള്ളതെന്ന് പറയുമ്പോൾ വാൾവാണ്. അപ്പോൾ വാൾവ് എങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഒരു വാൾവിൻ്റെ സ്ട്രക്ചർ. ഇൻലെറ്റ് വാൾവായാലും ഔട്ട്ലെറ്റ് വാൾവായാലും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ ഉണ്ടാവുക. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു സൈഡിൽ കൂടെ എയർ വിടുകയാണെങ്കിൽ അതിനകത്തൊരു ഡിസ്ക് പോലത്തെ സാധനമില്ലേ, അതാണ് മെയിനായിട്ട് ഓപ്പണും ക്ലോസും ചെയ്യുന്നത് വാൾവിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ എയർ വിടുന്ന ഒരു സൈഡിൽ കൂടെ എയർ വിടുമ്പോൾ ആ വാൾവ് ആ ഒരു ഡിസ്ക് പോലത്തെ സംഭവം ഓപ്പൺ ആവും. അങ്ങനെ അകത്തേക്ക് വാൾവ് പോകും. പക്ഷേ ബാക്കിൽ നിന്ന് എയർ അതിനെ പുഷ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിസ്ക് പോലത്തെ സാധനം ക്ലോസ് ആവും. അങ്ങനെ എയറിന് പോകാൻ പറ്റില്ല, എയർ ട്രാപ്പ് ആവുകയാണ്. സോ ഇൻലെറ്റ് വാൾവായാലും ഔട്ട്ലെറ്റ് വാൾവായാലും ഇതേ ഒരു മെക്കാനിസം തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വാൾവ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സൈക്കിൾ പമ്പിൻ്റെ മെയിനായിട്ടുള്ള പാർട്ട് എന്ന് പറയുമ്പോൾ വാൾവാണ്. സോ നമ്മൾ പിസ്റ്റൺ മേലോട്ട് പൊക്കുന്ന സമയത്ത് നമ്മുടെ ഇൻലെറ്റ് വാൾവ് തുറക്കുന്നു. അങ്ങനെ കാറ്റ് മൊത്തം അകത്തേക്ക് കയറുന്നു. പിസ്റ്റൺ താഴ്ന്ന സമയത്ത് ഇൻലെറ്റ് വാൾവ് ക്ലോസ് ആവുന്നു. അതുപോലെ തന്നെ ഔട്ട്ലെറ്റ് വാൾവ് തുറക്കുന്നു. അങ്ങനെ കാറ്റ് മൊത്തം പുറത്തേക്ക് പോകണം. സോ ഇങ്ങനെയാണ് നമ്മൾ പമ്പ് വെച്ച് അടിക്കുമ്പോൾ സൈക്കിളിലും ഫുട്ബോളിലൊക്കെ കാറ്റ് കയറുന്നത്. സോ എല്ലാവരും പമ്പ് ഉപയോഗിച്ചിട്ടുള്ളവരായിരിക്കും, പക്ഷേ എങ്ങനെ വർക്ക് ചെയ്യുന്ന ആർക്കും അറിയുണ്ടാവില്ല. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തായിട്ട് ഞാൻ തന്നെയാണെന്ന് നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുവരെ ബൈ.